സുജു, അവസാനഘട്ട പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അശ്വത, അവസാനഘട്ട പ്രചാരണമാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. വെച്ചിച്ചിറ ഗ്രാമപഞ്ചായത്തിലുള്ള ഇവിടെ അഡ്വക്കേറ്റ് അമൽ എബ്രഹാമിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് പ്രചരണത്തിനിറങ്ങിയ ആളുകളാണ്. നമുക്ക് ഈ അമലിൻ്റെ ഇത് കാണാം. ഒരു പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കിയാണ് അമൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ചിരിച്ചോണ്ടിരിക്കും. എങ്ങനെ ആവേശം തന്നെയാണ്. ആര് ജയിക്കും? അമൽ ജയിക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത് 48 വർഷമായി UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ 48 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക പഞ്ചായത്തായിട്ട് അധപ്പതിച്ചു പോയി നമ്മുടെ ഈ പഞ്ചായത്ത്. ഞങ്ങൾ 5 വർഷമായി ജയിപ്പിച്ചു വിട്ട മെമ്പറെ ഞങ്ങൾ 4.25 വർഷമായി ജീവനോടെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാറ്റമാണ് ആവശ്യം. ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു പുത്രനെയാണ് ഞങ്ങൾ ഇക്കുറി ഇറക്കിയിരിക്കുന്നത്. നാടിൻ്റെ ഒരു പുത്രനാണ് ഈ പുത്രനെയാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയക്കൊടി ഞങ്ങൾ പാറിക്കും. അമലെ പറഞ്ഞിട്ടോ, നാടിൻ്റെ പുത്രനെയാണ് ഇറക്കിയിരിക്കുന്നത്. എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവരും. അപ്പോൾ ഈ പ്രകടന പത്രികയ്ക്കകത്ത് പറയുന്നത് പോലെ നല്ല നാളേക്കായി, ഫോർ എ ബെറ്റർ ടുമോറോ, അങ്ങനെ ഒരു പുതിയ നാട് സംജാതമാക്കി കൊടുക്കും എന്നുള്ളതാണ് ഈ നാടിനോട് പറയാനുള്ളത്. നിരവധി പ്രശ്നങ്ങളുണ്ട്. റോഡ് പ്രശ്നമുണ്ട്. ഈ കേരളത്തിൽ ടൂറിസത്തിൽ ഇടം പിടിച്ച പെരുന്തേനരുവി പോലും സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡാണ്. അപ്പോൾ അവിടെ ഒരുപാട് പദ്ധതികൾ വഴി തദ്ദേശീയരായ എൻ്റെ നാട്ടുകാർക്ക്, മാതാപിതാക്കൾക്ക് അവിടെ ജോലി സാധ്യതകൾ ഉണ്ടാക്കാൻ കഴിയും. പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് റോഡുകൾ ഇവിടെ ഉണ്ട്. വഴിയില്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഏതാണ്ട് 50 കൊല്ലമായി ഇവിടെ UDF ഭരണം നടത്തുകയാണ്. 50 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നോ ഞങ്ങളുടെ ഈ ചാത്തന്തറ, അതേ നിലയിൽ തന്നെയാണ് ഈ ചാത്തന്തറ. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. തീർച്ചയായിട്ടും പുതിയൊരു നാടിനെ സമ്മാനിക്കും. സ്ലിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞോ? സ്ലിപ്പൊക്കെ കൊടുത്ത് തീർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് അവസാന ഘട്ടത്തിലായി. നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഹൃദയപക്ഷം. നമ്മൾ പറയുന്നതേ ചെയ്യൂ, പറയുന്നത് ചെയ്തിരിക്കും. എല്ലാം വോട്ട് ഉറപ്പിക്കാറായോ? നമ്മളെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഫണ്ട് കൊണ്ടുള്ള വികസനം മാത്രമേ ഈ പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളൂ. പഞ്ചായത്തായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ലാത്ത ഒരു പഞ്ചായത്താണിത്. എല്ലാ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ വീട്ടിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുന്ന പെൻഷനെ പറ്റിയും അങ്ങനെ വികസന കാര്യങ്ങളാണോ പറയുന്നത്? പറയുന്നുണ്ട് എല്ലാവരും അല്ലേ? പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ UDF ഭരണം ഉണ്ടായിരുന്നപ്പോൾ 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. നമ്മുടെ സർക്കാർ വന്നപ്പോൾ ഒരു വീട്ടിൽ ആദ്യം കൊടുത്തതാണ് 2 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ എൻ്റെ വീട്ടിൽ കിട്ടി 30,000 അപ്പനും അമ്മയ്ക്കും കൂടെ. നമ്മുടെ വീട്ടിൽ 30,000 രൂപ. ഇതാണ് അശ്വത പറഞ്ഞു കേട്ടോ. അതായത് UDF ഭരണകാലത്ത് കുടിശ്ശികയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കൂടെ, അച്ഛനും അമ്മയ്ക്കൂടെ 30,000 രൂപ വരെ ലഭിച്ചു പെൻഷൻ തുക അടുപ്പിച്ച്. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയം. അശ്വത.